സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിന്റെ ഒരു ആശങ്ക കൂടുകയാണ്. നമുക്കറിയാം, വയനാട്ടിൽ 9 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിലേക്കും രോഗബാധയുണ്ടായി. കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് രോഗബാധയുണ്ടായിരിക്കുന്നത്. CP അജിത വിവരങ്ങളുമായി ചേരുന്നു. അജിത, എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ തിരുവനന്തപുരത്തും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3 കുട്ടികൾക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത് എന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. അതിൽ തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 കുട്ടികളുടെയും നില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് 3, വയനാട്ടിൽ ഒരാൾക്കും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ ഈ മാസം ആകെ 38 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയ വഴി പകരുന്ന ഒരു രോഗമാണ്. രോഗബാധ ഇത്തരത്തിൽ ഈ മലിനമായ വെള്ളം, ആഹാരം എന്നിവയിലൂടെയൊക്കെയാണ് ഈ രോഗം പടരുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന പൊതുനിർദ്ദേശം ആരോഗ്യവകുപ്പ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്കും ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്ക് രോഗം ബാധിച്ചതിൽ 3 പേരുടെയും നില തൃപ്തികരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രോഗത്തിന്റെ ഉറവിടം അത് കണ്ടെത്താനുള്ള നടപടികളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ 3 കുട്ടികളും സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. നിലവിൽ നില തൃപ്തികരമെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലിനമായ ജലം, അതുപോലെ കേടായ ഭക്ഷണം, ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. ഇപ്പോൾ ഈ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ആ പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകമായി എന്തെങ്കിലും ജാഗ്രത നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു പൊതുജാഗ്രത എല്ലായിടത്തും ഉണ്ട്. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു രോഗപ്പകർച്ച ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും ഇത്തരത്തിലുള്ള പരിതസ്ഥിതികൾ അത് മാറ്റണമെന്നും എല്ലാം ആരോഗ്യവകുപ്പ് കൃത്യമായും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ രോഗത്തിന്റെ ഉറവിടം അത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തോന്നയ്ക്കൽ, ചാക്ക, അതുപോലെ തന്നെ പുത്തൻതോപ്പ് മേഖലകളിലാണ്. ഈ മേഖലകളിലൊക്കെ എന്താണ് ഈ രോഗപ്പകർച്ചയ്ക്ക് കാരണമായത്, എന്താണ്, എവിടെ നിന്നാണ് ഈ രോഗം വന്നത്, അതിന്റെ ഉറവിടം അന്വേഷിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. അതുപോലെ തന്നെ മറ്റ് രോഗം പടരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കുന്നതിനുള്ള നടപടികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രോഗത്തെ കരുതിയിരിക്കണം, പൊതുവായ ശുചിത്വവും വ്യക്തി ശുചിത്വവും ഒക്കെ പാലിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് നൽകുന്നുണ്ട്. ഏതായാലും ഈ രോഗം ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്കും ഇപ്പോൾ തിരുവനന്തപുരത്തേക്കും ഒക്കെ വ്യാപിച്ചിരിക്കുകയാണ്. ആകെ 38 പേർക്കാണ് ഈ മാസം രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 4 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 1 വയനാടും 3 തിരുവനന്തപുരത്തുമാണ്. ഒരു മരണമാണ് ഈ മാസത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്.